എന്തെങ്കിലും പ്രതിസന്ധികൾ ഈ പൊതുസമൂഹത്തിൽ നിലവിലിപ്പോൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നെന്ന് പറയാനില്ല, ഒരുപാട് കാര്യങ്ങളിലൂടെ പോകുന്നുണ്ട്. അപ്പം അതെന്ന് പറയുമ്പോൾ ഓരോ കമ്മ്യൂണിറ്റിക്കും അവനവന് സ്വന്തമായി താമസിക്കാൻ സ്ഥലവും വീടും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഹ്യൂജ് എമൗണ്ടുകൾ കൊടുത്തുകൊണ്ട് വാടകയ്ക്ക് താമസിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം മറ്റുള്ളവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടതുപക്ഷ സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, ചെയ്യുന്നതുണ്ടാവാം. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സാക്കിയ സമയം മുതൽ ഇതിന് ചുക്കാൻ പിടിച്ചതും മെയിൻ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതും ബഹുമാനപ്പെട്ട നമ്മുടെ മുനീർ സാർ ഉണ്ടായിരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണകാലത്ത് മുനീർ സാർ കോൺഗ്രസ് ആണ് അതിന് പ്രാതിനിധ്യം കൊടുത്തത്. അതിനുശേഷം നമുക്ക് ഭരണം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഉണ്ടായിരുന്ന ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇടതുപക്ഷ സർക്കാരാണ് ഭരിച്ചത്. ആ ഭരണകാലത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജോലിയായിരുന്നാലും അതുപോലെ തന്നെ വീടുകളായിരുന്നാലും സ്ഥലങ്ങളായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യും. അതിലുപരി സർജറികളിലൊക്കെയും പലവരും പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളിലൂടെ ചെന്നിട്ടാണ് സർജറിയിലേക്ക് ചെന്നുപെടുന്നത്. അപ്പോൾ ആ സർജറി എന്നൊക്കെ പറയുന്നത് കേരള സർക്കാരിന് നേരിട്ടെടുത്ത് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെയും ആ സർജറി തന്നെ അവിടെ തന്നെ ആക്കി കൊടുത്താൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? അതെന്തുകൊണ്ട് ചെയ്തുകൂടാ? അതൊക്കെ സർക്കാരിന് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ചെയ്തു തരാമെന്ന് വെറുതെ ഒരു നമ്മൾക്ക് എല്ലാവർക്കും പ്രചോദനം തരികയും നമ്മളെല്ലാവരും അതിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതല്ലാതെ നമുക്കൊന്നും നേടിത്തരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നേടിയെടുക്കണം.